ത്രിതല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കുട്ടത്തി 2-ാം വാർഡിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇംതിയാസ് ബാബുവിൻ്റെ പ്രഥമ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കുട്ടത്തിയിൽ നടന്നു. നൂറുകണക്കിന് സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ വൻ ജനാവലി കൺവെൻഷനിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി VP ജസീറ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി മുസ്തഫ അബ്ദുൽ ലത്തീഫ് എന്നിവരും വോട്ടഭ്യർത്ഥിച്ച് സംസാരിച്ചു. KPCC നിർവാഹക സമിതി അംഗവും നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. N ഉണ്ണീൻകുട്ടി, ഹമീദ് ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഈ 3 സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്ന 3 ആളുകളും എൻ്റെ വേണ്ടപ്പെട്ട അത്രയും അടുത്ത സുഹൃത്തുക്കളാണ് എന്നുള്ളത്, അവർക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ ഒരവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തലിൻ്റെ ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഇംതിയാസ് ബാബുവുമായി ഒരുപാട് വർഷങ്ങളുടെ സുഹൃത്ത് ബന്ധമുണ്ട്. ബാബുവിനെ ഈ വാർഡിൻ്റെ പ്രതിനിധിയായി ഇവിടെ തെരഞ്ഞെടുത്താൽ പ്രിയപ്പെട്ട ഉണ്ണീൻകുട്ടി സാഹിബ് പറഞ്ഞതുപോലെ ഈ വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ഈ വാർഡിലെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയായി ബാബു മാറുമെന്നുള്ള കാര്യത്തിൽ, ബാബുവിനെ ഏറ്റവും അടുത്തറിയുന്ന ആളെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ജസീറ, കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നു. ഞാൻ വണ്ടൂർ ഡിവിഷനിലും ജസീറ കരുവാരക്കുണ്ട് ഡിവിഷനിലും. അർപ്പണബോധം അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളത് കഴിവുകൊണ്ട് കാണിച്ചു തന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകയാണ് ജസീറ. ജസീറയുടെ പിൻഗാമിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നതും വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്ത് ഈ നിയോജക മണ്ഡലത്തിൽ വർഷങ്ങളുടെ പരിചയവും ആത്മബന്ധവുമുള്ള മുസ്തഫ അബ്ദുൽ ലത്തീഫാണ്. ഈ 3 ആളുകളെയും നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുത്താൽ നിങ്ങൾക്കൊരിക്കലും ഒരാളെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല എന്നുള്ളത് എനിക്ക് ആത്മാർത്ഥതയോടുകൂടി അഭിമാനത്തോടുകൂടി പറയാം. ഇരിക്കുന്നവർക്കൊക്കെ കുടിയിൽ വോട്ടുണ്ടല്ലോ. 3 വോട്ട്, 2 വോട്ട്, 3 വോട്ട്, 4 വോട്ട് ഉള്ളവരാണ് ഈ വീട്ടിൽ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ. അധികം ആളുകളെ പേര് നമുക്കറിയാലോ. മൊയ്തുട്ടി ഉണ്ട്, അതുപോലെ അസീസ് ഉണ്ട്, ഷാജി ഉണ്ട്, പിന്നെ അതുപോലെ മൊയ്തീൻ ഉണ്ട്, കുട്ടശ്ശേരി ഉണ്ട്, സഹോദരിമാരവിടെ ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ട്. ഈ നാട്ടിലുള്ള പൗരപ്രധാനികളായ സഹോദരന്മാർ മുഴുവൻ ഈ സദസ്സിലുണ്ട്. പ്രസിഡന്റായ 5 കൊല്ലം പ്രസിഡന്റായിരുന്ന ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വാർഡിലാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇങ്ങനെ ആള് കൂടുന്നത്. അപ്പൊ നമുക്ക് ഉറപ്പല്ലേ, ആ ജനപ്രതിനിധിയുടെ ആ പ്രസിഡന്റിന്റെ ബോർഡും പ്രവർത്തനങ്ങളും രാജ്യത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ ജനക്കൂട്ടം. ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ കൈവശമുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധമായ വോട്ടെന്ന് പറയുന്ന ആ സംവിധാനം അതുപയോഗിക്കുന്ന മറ്റുള്ള ആളുകളുണ്ട്. ഈ കൺവെൻഷനിൽ വരാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ വീടുകളിലുണ്ട്. നിങ്ങൾ വീടുകളിലേക്ക് പോകണം. ആ വീടുകളിൽ പോയി ഐക്യ ജനാധിപത്യ മുന്നണിയും ആ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. നാടിനെ കുറിച്ച് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ കുറിച്ച് അവരോട് നിങ്ങൾ സംവദിക്കണം. ഞാൻ എല്ലായിടത്തും പറയുന്നത് പോലെ പരമ്പരാഗതമായ വികസന സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമല്ല നമ്മൾ പങ്കുവെക്കുന്നത്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലോചിതമായ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. പരമ്പരാഗതമായ റോഡ് വികസനവും അതുപോലെ തന്നെ വെള്ളത്തിന്റെയും കെട്ടിടങ്ങളുടെയും മാത്രം വികസനമല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾക്കറിയുമോ, കാലം മാറുന്നതനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകൾ മാറുന്നതിനനുസരിച്ചുള്ള ആശയങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവണം. നമ്മുടെ ഈ മേഖലയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നാൽ നമുക്കറിയാം, വികസനം എന്ന് പറയുന്നത്, വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു സംഗതിയല്ല. എവിടെ നമ്മൾ ഒരാളെ അവസാനിപ്പിക്കുന്നോ അവിടുന്ന് വീണ്ടും തുടങ്ങേണ്ട ഒരു കാര്യമാണ്. മാറ്റത്തിനനുസരിച്ചുള്ള വികസനങ്ങളുമായി മുന്നോട്ട് പോവേണ്ട കാലഘട്ടവും കൂടിയാണ്. എന്തായാലും വലിയ സന്തോഷം. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ
ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിക്കൊണ്ട് നിങ്ങളുടെ ഈ കരുവാരക്കുണ്ടുകാരുടെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ വീണ്ടും ഒരു UDFന്റെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിക്കൊണ്ട് തിരിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തും. അത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഈ കുട്ടത്തിയിലെ ഈ വാർഡിലെ ഏതൊരാവശ്യത്തിനും ഏത് സമയം നോക്കാതെ ഏത് സമയത്തും എന്നെ സമീപിക്കാം എന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫ അബ്ദുൽ ലത്തീഫിനെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടിയാളത്തിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജസീറയ്ക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടിയാളത്തിലും ഈ വാർഡിൽ നിന്ന് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിലും നിങ്ങളുടെ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.